माता की जय मैदान में भी गूंजती है और मिशन में भी। जब भारत के सैनिक मां भारती की जय बोलते हैं तो दुश्मन के कलेजे कांप जाते हैं। वीरों की इस धरती से आज एयरफोर्स, नेवी और आर्मी के सभी जाबाजों, बीएसएफ के अपने शूरवीरों को सैल्यूट करता हूं। ऑपरेशन सिंदूर कोई सामान्य सैन्य अभियान नहीं, ये भारत की नीति, नियत और निर्णायक क्षमता की त्रिवेणी है। भारत की ओर नजर उठाने का एक ही अंजाम होगा, तबाही। हम घर में घुसकर ये नया भारत है, ये भारत शांति चाहता है, लेकिन अगर मानवता पर हमला होता है तो ये भारत युद्ध के मोर्चे पर दुश्मन को मिट्टी में मिलाना भी अच्छी तरह जानता है। हमारा मॉडल बहुत हाई है, चलिए सभी साधनों का भी एक बार इस्तेमाल हो गया आपको टेक्नोलॉजी। आपको लगता था सीख तो रहे, पता नहीं कब काम आए। ये जो काम हुआ और जम्मू कश्मीर का किसी ने नहीं किया, उसके लिए हम आभारी हैं सर। इस दिन में यहाँ के सेनाओं में, यहाँ के जवानों में दिन रात कट्टा से रह करके दुश्मनों से लड़ने का जज्बा जो भरपूर है, ये हर कदम पे आपका साथ निभाने वाला वायुसेना स्टेशन आदमपुर है। शाबाश। लगा दूंगा कलम से दुश्मनों सावधान, एक परमाणु बम से कम नहीं भारत का नौजवान। जब से आपका नेतृत्व शुरू हुआ तब से हम अरे आपके ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ ഒന്നാണ്. നമ്മുടെ വെടിനിർത്തൽ കരാറിൽ പോലും ദുഷ്ടശക്തികൾ വിലപേശിയിരുന്നു. ഇതിനൊക്കെ ശേഷം ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ ചർച്ച നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത പ്രധാനമന്ത്രി തള്ളി. ഇന്ത്യ ഒരിക്കലും ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയതെന്നും മോദി ട്രംപിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാർ നമ്മുടെ തീരുമാനമായിരുന്നു. അതിനെ പോസ്റ്റിട്ട് ക്രെഡിറ്റ് അടിക്കാനാണ് അന്ന് പലരും ശ്രമിച്ചത്. പാകിസ്ഥാന് തക്കതായ മറുപടി നൽകിയെന്ന് മോദി ട്രംപിനെ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചില്ല, ഭാവിയിലും ആരുടെയും മധ്യസ്ഥത സ്വീകരിക്കില്ല, തീവ്രവാദത്തോട് സന്ധിയില്ലെന്നും മോദി ട്രംപിനെ അറിയിച്ചു. 26 പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ട്രംപ് അനുശോചനവും രേഖപ്പെടുത്തി. സൈനിക നടപടി നിർത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് രണ്ട് സൈന്യങ്ങൾക്കിടയിലുള്ള നിലവിലുള്ള മാർഗങ്ങളിലൂടെയാണ് നടത്തുന്നതെന്നും മോദി പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. ട്രംപിന് നേരത്തെ US മടങ്ങേണ്ടി വന്നതിനാൽ ഈ കൂടിക്കാഴ്ച നടന്നില്ല. US പ്രസിഡന്റിനെ നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് സംസാരിച്ചത് അതുകൊണ്ടാണ്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ അമേരിക്കയുടെ മധ്യസ്ഥത പോലുള്ള വിഷയങ്ങൾ ഒരു ഘട്ടത്തിലും ചർച്ചയായിട്ടില്ല. സൈനിക നടപടി നിർത്തിവെക്കുന്നത് സംബന്ധിച്ചോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള രണ്ട് സൈന്യങ്ങൾ തമ്മിൽ നേരിട്ട് ചർച്ച ചെയ്തു. പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇതിനുശേഷം ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് ഇരു നേതാക്കളും ഫോണിൽ സംസാരിക്കുകയായിരുന്നു. 35 മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷവും ചർച്ചയായി. ഏപ്രിൽ 22 പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ട്രംപ് പ്രധാനമന്ത്രി മോദിയുമായി ഫോണിൽ സംസാരിക്കുകയും അനുശോചനം അറിയിക്കുകയും തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇരുവരും ഇപ്പോഴാണ് സംസാരിക്കുന്നതെന്ന് വിക്രം മിശ്രി പറഞ്ഞു. G7 ഉച്ചകോടി കഴിഞ്ഞ് കാനഡയിൽ നിന്നും മടങ്ങുമ്പോൾ അമേരിക്കയിൽ ഇറങ്ങാൻ ട്രംപ് മോദിയെ ക്ഷണിച്ചു.
എന്നാൽ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ ഉള്ളതിനാൽ ഇപ്പോൾ അമേരിക്കയിൽ ഇറങ്ങില്ലെന്ന് മോദി അറിയിച്ചു. സമീപഭാവിയിൽ തന്നെ പരസ്പരം കൂടിക്കാഴ്ചകൾ ഇരു നേതാക്കളും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ട്രംപിനെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കൽ അമേരിക്ക ഇടപെട്ടുവെന്ന് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇതിനെല്ലാം ഒരു ഉത്തരമാണ് മോദിയുടെ ഈ മറുപടി.